നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായ വി.കെ. സനോജാണ്. നമസ്കാരം. നമസ്കാരം. ട്രെൻഡിങ് ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. പോറ്റിയെ ഗേറ്റിയെ എന്ന ഗാനം വലിയ ചർച്ചാ വിഷയമാകുകയാണ്. ഒരു സമയത്തത് വലിയ ട്രെൻഡ് പാട്ടും വൈബിംഗ് പാട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് CPM-ന് അസഹിഷ്ണുതയാണ്, CPM-ന്റെ അസഹിഷ്ണുതയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്നിങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിലെ വസ്തുത എന്താണ്? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലിപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളൊന്നും വലിയ വസ്തുതയില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ശക്തമായ ക്യാമ്പയിൻ നടത്താൻ വലതുപക്ഷത്തിന്, പ്രത്യേകിച്ച് UDF-ന് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം പ്രധാനമായിട്ടും വികസന കാര്യങ്ങൾ സംബന്ധിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, ഇവിടെ മറ്റ് സാമൂഹ്യ പുരോഗതിയെല്ലാം സംബന്ധിക്കുന്ന കാര്യങ്ങളിലാണ് പ്രചരണം ഊന്നിയത്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനൊന്നും അവർക്ക് വിഷയങ്ങളുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ മതപരമായ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് പ്രചരണം ആരംഭിച്ചത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് അയ്യപ്പനെ കൊണ്ടുവരുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് മതവിശ്വാസത്തെ കൊണ്ടുവരുന്നു, അതിനു വേണ്ടിയിട്ട് ചില പാട്ടുകൾ ഇറക്കുന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എതിരല്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന സൃഷ്ടികൾ അത് ഫലപ്രദമായി വിലയിരുത്താൻ, അത് നിരൂപണം ചെയ്യാൻ, അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശമാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ എന്തെങ്കിലും തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എതിരല്ല. ഇപ്പോൾ ഈ പാട്ട് പുറത്തു വരുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, പണ്ട് K. കരുണാകരൻ്റെ വണ്ടി ഇടിച്ചപ്പോഴും മന്ത്രിയെ പയ്യെ പോന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായപ്പോൾ അന്ന് കോൺഗ്രസിനൊരു വിഷയവുമില്ലായിരുന്നു. എല്ലാ കാലത്തും പല മതങ്ങളുടെ പാട്ടുകളും ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. അപ്പോഴൊന്നും ഇത്തരത്തിലൊരു വലിയ വിവാദമുണ്ടായതായി കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും ഒന്നും പറയേണ്ട അവകാശം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിലൊന്ന്, എനിക്ക് 94 തോന്നുന്നു, ഇപ്പോൾ കരുണാകരൻ്റെ മകൻ മുരളീധരനെ സംബന്ധിക്കുന്ന ഒരു നാടകമാണ് ശതാഭിഷേകം എന്ന് കോൺഗ്രസിലെ വിഭാഗം ഉന്നയിക്കുകയാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് കിങ്ങിണിക്കുട്ടൻ എന്നായിരുന്നു. ആ നാടകം ആകാശവാണിയാണ് സംപ്രേഷണം ചെയ്തത്. ആകാശവാണി സംപ്രേഷണം ചെയ്ത ആ നാടകം അതിന് നേതൃത്വം നൽകിയത് രമേശ് നായർ. അവരെ നാട് കടത്താണ് ചെയ്തത്. അവർക്ക് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ നടത്തിയത്? കരുണാകരൻ, കോൺഗ്രസ് ഗവൺമെൻറ്. അപ്പോൾ തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനൊരു നാടകം, അല്ലെങ്കിൽ തൻ്റെ മകനാണ് കഥാപാത്രം എന്ന് ആളുകൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ നാടകം വീണ്ടും പുനഃസംപ്രേഷണം ചെയ്തിരിക്കുന്നു എന്ന കുറ്റം ചുമത്തിയിട്ട് ശിക്ഷാ നടപടി സ്വീകരിച്ച കാലം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതുപോലെയുള്ള പാട്ടിനെ കുറിച്ച് തന്നെ കോൺഗ്രസ് ഇടപെട്ടത്. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും ഇങ്ങനെ ഈ നിലയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാനുള്ള അവകാശം കോൺഗ്രസിന് ഇല്ല എന്നാണ് വിനയത്തോടു കൂടി അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള സിനിമകൾ വന്നപ്പോൾ ഡയറക്ടർക്കെതിരെയും നടന്മാർക്കെതിരെയും വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടന്നിരുന്നു. ആര് നടത്തി? സൈബർ ഇടങ്ങളിൽ നിന്നുണ്ടായി. സൈബർ ഇടങ്ങളിൽ നടത്തിയൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യുവജന സംഘടന ഭാഗത്തുനിന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൈബർ ഇടത്തിൽ ആർക്കും ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെഗുവേരയുടെ ഫോട്ടോ വെച്ചിട്ട് ലെഫ്റ്റ് സൈബർ ഇടമാണെന്ന് തോന്നുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു പേജ് ഉണ്ടാക്കാം. ആ പേജിൽ നിന്ന് നിങ്ങൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് വേണമെങ്കിൽ വലതുപക്ഷത്തിൽ തന്നെ അതൊരു ആയുധമായി ഉപയോഗിക്കും. ഇതാ CPM-ന്റെ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അതിലൊന്നും വലിയ കാര്യമില്ല. ഞങ്ങളൊരു സിനിമക്കും എതിരല്ല. അപ്പോൾ UDF-ന് ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ ആയുധങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുണ്ടായിരുന്നു, ദേശീയപാത തകർന്ന വിഷയമുണ്ടായിരുന്നു, ക്ഷേമ പെൻഷൻ വിഷയങ്ങളുണ്ടായിരുന്നു, അങ്ങനെ പല വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ? അല്ല, വിഷയങ്ങൾ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശീയപാത വിഷയം നിങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ദേശീയപാത വിഷയം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് കേരളത്തിൽ ഈ വികസനം നടക്കില്ല, ഞാൻ പിൻവാങ്ങുന്നു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത അതോറിറ്റി കേരളത്തിൽ തുടങ്ങിയ ഓഫീസ് പൂട്ടിയിട്ട് അവരവരുടെ വഴിക്ക് പോയി അല്ലേ. ഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഭരണം മാറി, പിണറായി മുഖ്യമന്ത്രിയായി. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ
കേന്ദ്ര ഗവൺമെൻറ് സാധാരണ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് പോലെയുള്ള പണം കൊണ്ട് കേരളത്തിൽ ഈ വീടും ഭൂമിയും നഷ്ടപ്പെടുന്ന ആളുകൾ തൃപ്തരാവുന്നില്ല. അപ്പോൾ എന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രത്തിന് അധികം പണം കൊടുക്കാൻ കഴിയില്ല, എന്നാൽ പിന്നെ സംസ്ഥാനം കൊടുക്കാം. അങ്ങനെയാണ് 5700 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത്. അപ്പോൾ വീട് നഷ്ടപ്പെടാത്ത വീട്ടുകാർ കൂടി പറഞ്ഞു, ഞങ്ങളുടെ വീടും കൂടി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം കൂടി ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഈ പണം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ മോഹന വില നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. അത് ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ഒരു ഇച്ഛാശക്തിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത്രയേറെ പണം ചെലവഴിച്ചത്. അപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാനേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും അതിനകത്ത് മറച്ചു വെക്കാനില്ല. പിന്നെ ദേശീയപാത നിർമ്മിക്കുന്ന ഘട്ടത്തിൽ എവിടെയോ ഇടിഞ്ഞു വീണു, അതൊക്കെ സ്വാഭാവിക സാധാരണ സംഭവമല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയെല്ലാമുള്ള വലിയ വികസന പ്രവർത്തനം നടക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം കൊങ്കൺ റെയിൽവേയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എത്ര തവണ ഏതെല്ലാം ദുരന്തങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി, എത്ര ആളുകൾ മരിച്ചു വീണു. അതുകൊണ്ട് കൊങ്കൺ റെയിൽവേ എല്ലാം അത് നേതൃത്വം കൊടുത്ത ആളുകൾ മോശമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനൊന്നും അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ ആരോപണമായിട്ടേ കരുതുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിച്ച വിഷയം ശബരിമല വിഷയമാണ്. ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് എന്താണ് മറച്ചു വെക്കാനുള്ളത്? ശബരിമല വിഷയത്തിൻ്റെ ഈ കാര്യങ്ങൾ ഉയർന്നു വന്നു. ഈ പോറ്റിയെ കയറ്റിയത് ആരാണെന്നല്ലേ ചോദിക്കുന്നത്. പോറ്റി ആരാണ് കയറ്റിയത്? പോറ്റിയെ 2012 ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന UDFൻ്റെ നേതാവായിട്ടുള്ള, കോൺഗ്രസ് നേതാവായിട്ടുള്ള ആളാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തെ നിയോഗിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പം പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് സോണിയാഗാന്ധിക്ക് നല്ല ബ്രേസ്ലെറ്റൊക്കെ അണിയിക്കുന്ന ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിക്ക് എങ്ങനെ പ്രവേശനം കിട്ടി? ഈ പാട്ട് എഴുതിയ ആളുകളും പാട്ട് പ്രചരിപ്പിക്കുന്ന ആളുകളും അത്തരം കാര്യങ്ങൾ കൂടി മറുപടി പറയണം. അടൂർ പ്രകാശും ആൻ്റണിയൊക്കെ കൂടി ചേർന്നിട്ട് എന്തായിരുന്നു പോറ്റിക്ക് ബന്ധം? അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടിയാണ്, പ്രയാർ ഗോപാലകൃഷ്ണനാണ്, അത് UDFൻ്റെ കാലത്താണ് അല്ലേ. പോറ്റിയെ ആയിരുന്നല്ലോ ആദ്യം ഒരു ആരോപണം ഉന്നയിച്ചത്. എവിടെ നിന്നാണ് പോറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനം കണ്ടെടുത്തത്? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നില്ലല്ലോ. ശരി, അത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളല്ലായിരുന്നു. അപ്പൊ അത് ഒരു വലിയ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമായിരുന്നു. മാത്രമാണ് എല്ലാ കണ്ണിയും പിടിക്കപ്പെടണം. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആരുണ്ടെങ്കിലും, അഴിമതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം പിടിക്കപ്പെടണം എന്ന നിലപാടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടാണ്. അത് ആ അന്വേഷണം എന്തെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. SIT അന്വേഷണം ഹൈക്കോടതി നിയന്ത്രണത്തിൽ, മേൽനോട്ടത്തിൽ അതിനെ എന്തെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്യട്ടെ, കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. അതിനെയൊന്നും തടസ്സപ്പെടുത്തുന്ന പ്രശ്നമേ ഇല്ല. ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 9 വർഷക്കാലത്തെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണം ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം, കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണമുണ്ട്, പരാതികൾ വന്നിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചു. ആരാ ഉന്നയിച്ചത്? രമേശ് ചെന്നിത്തല അല്ലേ? VD സതീശൻ. എന്തുകൊണ്ട് ഹൈക്കോടതി തെളിവുകൾ കൊടുക്കട്ടെ? തെളിവുകൾ ആവശ്യപ്പെട്ടപ്പോൾ മുങ്ങി നടക്കുന്നത് ആരാണ്? ആരോപണം ഉന്നയിച്ച ആളുകൾ മുങ്ങി നടക്കുകയാണ്. ആരോപിക്കപ്പെട്ട ആളുകൾ വെല്ലുവിളിക്കുന്നു. അതൊക്കെ നമ്മൾ കടകംപള്ളി വെല്ലുവിളിച്ചല്ലോ. എൻ്റെ പേരിലുള്ള ആരോപണം തെളിയിക്കാൻ നിങ്ങൾ തെളിവുകൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 4-5 തവണ ഹൈക്കോടതിയിൽ സമയം മാറ്റി ചോദിക്കുകയാണ്. തെളിവ് കയ്യിൽ വെച്ചിട്ടല്ലേ ആരോപണം ഉന്നയിക്കേണ്ടത്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ ആരോപണം ഉന്നയിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു രേഖ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ മാത്യു കുഴനാടനൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്? ഓരോ ദിവസവും ഒരു കെട്ട് രേഖയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനെ വലിയ ഫ്ലാഷ് കൊടുക്കും, അന്ന് വൈകുന്നേരം ചർച്ച സംഘടിപ്പിക്കും. ഇവിടുത്തെ വിജിലൻസ് കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, എടുത്ത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞ് ഈ പറമ്പത്ത് കയറിയിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ പിഴയിടും എന്നാണ് പറഞ്ഞത്. ഇമാതിരി വൃത്തികെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള വേദിയായിട്ട് കോടതി ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ലോക കോടതി ഹേഗിലേക്ക് പോണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്ന പ്രതീതി. അതായത് കുറേ കടലാസും തുണ്ടുകളൊക്കെ കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അഴിമതിയാണെന്ന് പറയുക. നേരത്തെ 2021 ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വർണം സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കാൻ ഫോൺ വിളിച്ചു എന്നായിരുന്നു അതെ. ഒരു പ്രചരണമായിരുന്നു. അതിനെ തുടർന്ന് എത്ര ചർച്ച നമ്മൾ കണ്ടു. അങ്ങനെ തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പുറത്തു വന്നോ? പക്ഷെ അന്ന് ഉണ്ടാക്കിയ പ്രതീതി എന്താണ്? മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ഭാഗമാണ്, മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ട്, മുഖ്യമന്ത്രി വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി, മറ്റേ കൈതോല പായിൽ പൊതിഞ്ഞിട്ടാണ് പണം കൊണ്ടുപോയത്. ഇതെല്ലാം കേരളത്തിലെ ഇവിടെയുള്ള മുഖ്യധാര വലതുപക്ഷ ചാനലുകൾ അന്തിച്ചർച്ച നടത്തി മണിക്കൂറുകളോളം ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ? ഇതുപോലെ തന്നെയാണ് ഈ സ്വർണ്ണപ്പാടി വിഷയവും. ഈ എക്സാലോജിക് വിഷയം, ലാവ്ലിൻ വിഷയം, ഇതെല്ലാം പ്രതിപക്ഷം ആരോപിക്കുന്നത് കേന്ദ്രവുമായി ഒരു ഒത്തുതീർപ്പിലെത്തി, ഇത് ഒരു കോംപ്രമൈസ് ചർച്ചയിലെത്തി എന്നും പല ട്വിസ്റ്റുകളും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ശരിക്കും CPM-ഉം BJP-യും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത് എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്നാണ്. അതെ അല്ലേ? ഈ കണ്ണൂരിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കണ്ണൂരിലെ വിവിധ ഗ്രാമങ്ങളിൽ കൂടി സഞ്ചരിക്കണം. ഈ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് തലശ്ശേരി, പാനൂര്, കൂത്തുപറമ്പ് ഇങ്ങനെ മേഖല, തലശ്ശേരി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയിൽ, ഇവിടെയെല്ലാം നിങ്ങൾ ഈ ക്യാമറയും എടുത്ത് പോയി കഴിഞ്ഞാൽ നിരവധി രക്തസാക്ഷി സ്തൂപങ്ങൾ കാണാൻ കഴിയും, നിരവധി സ്മാരകങ്ങൾ കാണാൻ കഴിയും, കെട്ടിടങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് ഇത്രയും അധികം സ്മാരക സ്തൂപങ്ങൾ ഇവിടെ ഉണ്ടായത്? അതായത് കേരളത്തിൽ RSS നോട്ടമിട്ടത് കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്ക് 70കളുടെ അവസാനം 71കളുടെ ആദ്യം തലശ്ശേരി താലൂക്ക് കേന്ദ്രീകരിച്ച് തലശ്ശേരിയിൽ കലാപം തന്നെ നടത്തി. ആ കലാപത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ആ കലാപത്തിൻ്റെ നാളുകളിൽ അവിടെ എത്തി മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തിയത് മുതൽ ഇടതുപക്ഷം ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ നിരവധി സഖാക്കളെ കൊന്നു തള്ളിയിട്ടുള്ള, അവരുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ജീവച്ഛവമായി കഴിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമുഖം, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് CPIM ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കും എന്ന് സാമാന്യ ബോധമുള്ള ഒരാളും കരുതില്ല. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കേവല ധാരണയുള്ള ഒരാൾക്കും കരുതാൻ വേണ്ടി കഴിയില്ല. ഇതാരുണ്ടാക്കുന്ന പ്രചരണമാണ്? CPM-നെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്ത ആളുകൾ അവരുണ്ടാക്കി എടുക്കുന്ന ഒരു നരേഷനാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ നരേഷൻ ഉണ്ടാക്കുന്നത്. മീഡിയ ആവണിലെ ദാവൂദ് മറ്റേ ഇരുട്ടുമുറി ചർച്ചയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യും. അത് കട്ട് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഇവരെല്ലാം കൂടി പ്രചരിപ്പിക്കും അല്ലേ? അതിലെ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ CPM, ഇന്ത്യയിലെ CPIM RSSനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിന് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമ്മുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നത് BJP ഭരണത്തെ എങ്ങനെ താഴെയിറക്കാം, അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു പ്രാദേശികമായിട്ടുള്ള മറ്റഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കാം. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. 23-ാം പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് രേഖപ്പെടുത്തി അത് കാണാൻ വേണ്ടി കഴിയും. CPI-യോട് പോലും ആലോചിക്കാതെ PM ശ്രീയിൽ ഒപ്പുവെച്ച നടപടി, ഇതിനെല്ലാം ഒരു വിരോധാഭാസം എന്നല്ലേ തോന്നുന്നത്? ഇല്ല, അതൊക്കെ മാധ്യമങ്ങളും വലതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ്. CPIക്ക് അതിനകത്ത് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് പരിഹരിക്കാൻ LDF നിലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടികളൊക്കെ ആകുമ്പം മുന്നണി സംവിധാനത്തിൽ അഭിപ്രായങ്ങളും തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് ആ വഴിയിൽ പോട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ NEP നടപ്പാക്കാൻ പാടില്ല എന്ന ഇടതുപക്ഷത്തിൻ്റെ നയം. ഇപ്പം NEPയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ കേന്ദ്രം വിദ്യാഭ്യാസ മേഖലയിൽ തരേണ്ട വലിയ കാശ് 1, 2, 3 കോടിയല്ല, 2000, 3000 കോടിയാണ്. അടുത്ത വർഷം പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 3000 കോടിയോളം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അത്രയും തുക കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? കേരളത്തിലെ കുട്ടികളെ ബക്കറ്റ് എടുത്തിട്ട് പുറത്ത് അല്ലെങ്കിൽ പിച്ചച്ചട്ടി എടുത്ത് തണ്ടാൻ വിടാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ ഭക്ഷണം, അവിടെ പാചകത്തൊഴിലാളി കൊടുക്കേണ്ട കാശ്, അവരുടെ മറ്റ് യൂണിഫോം അലവൻസ്, മറ്റ് കാര്യങ്ങൾ എല്ലാത്തിനും കേന്ദ്ര സഹായം. ഇതൊരു ഫെഡറൽ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന രാജ്യമാണ്.
ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്ന ഗവൺമെൻറ്റുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. ഇത് ഭരണഘടനാ പ്രശ്നം കൂടിയാണ്. അപ്പോൾ രാജ്യം ഒരു ഫെഡറൽ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രീകരിച്ച നികുതി അങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുമ്പം അർഹമായ വിഹിതം ഇങ്ങോട്ട് കിട്ടേണ്ടതിനെ രാഷ്ട്രീയ കാരണം പറഞ്ഞ് തടഞ്ഞു നോക്കുകയാണ്. ഇപ്പോൾ ഇവർ എതിരാളികൾ പറയുന്നൊരു പ്രധാനപ്പെട്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതുകൊണ്ട് കേരളത്തിൻ്റെ സിലബസുകളൊക്കെ അവർ നിയന്ത്രിക്കുന്നു എന്നാണ്. ഒരിക്കലും ഇല്ല, അതൊരു തെറ്റായ ധാരണയാണ്. PM ശ്രീ അല്ലാതെ PM ഉഷ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ നടപ്പാക്കിയിട്ടുണ്ട്. അന്നേരം ഈ ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ലല്ലോ. ഇപ്പോൾ CPI ഭരിക്കുന്ന വകുപ്പിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നില്ലേ? വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നു, കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് നിലപാട്. കേന്ദ്രത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അംഗീകരിച്ച് വർഗീയ സിലബസ് ഇവിടെ പഠിപ്പിക്കാൻ ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഇതിനകത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അവർ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പ്രഭാത് പട്നായിക് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി വെച്ച് PM ഉഷ പദ്ധതി നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അത് പരിശോധിച്ചു. അവർ 9 or 10 സിലബസ് ഇങ്ങോട്ട് അയച്ചു. ആ സിലബസൊക്കെ പരിശോധിച്ചിട്ട് ഈ സിലബസ് ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നിവിടെ ഒരു കമ്മിറ്റി വെച്ച് അങ്ങോട്ട് അറിയിച്ചിട്ട് തന്നെയാണ് ആ പണം വാങ്ങിയത്. അതുപോലെ തന്നെയാണ് PM ശ്രീയിലും കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പണം നമ്മൾ സ്വീകരിച്ചത്.